ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകമാണ് അതിൻ്റെ സ്ലൈഡേഴ്സ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വളരെ പ്രോ ലെവൽ ആനിമേഷനോട് കൂടിയിട്ടുള്ളൊരു ഡിസൈൻ ഇച്ചിരി അട്രാക്റ്റീവാണ്, സ്റ്റണ്ണിങ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേർഡ്പ്രസ് ഉപയോഗിച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. വേർഡ്പ്രസ്സിൽ ഇതിന് വളരെ പോപ്പുലർ ആയിട്ടൊരു പ്ലഗിൻ അവൈലബിൾ ആണ്, സ്ലൈഡർ റെവല്യൂഷൻ. അത് ഉപയോഗിച്ച് നമ്മൾ എലമെൻറ്ററിൽ ചെയ്ത പോലെ ഈസി ആയിട്ടൊരു എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളൊരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലെങ്ങനെ നമുക്കൊരു സ്ലൈഡർ റെവല്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സ്ലൈഡർ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം നമുക്ക് നോക്കാം. സ്ലൈഡർ പ്ലഗിൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം മുതലേക്ക് ഒരു സ്ലൈഡർ ഉണ്ടാക്കുന്നതിന് പകരം ഓൾറെഡി മറ്റൊരു വെബ്സൈറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ലൈഡർ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഇൻസ്റ്റൻസിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പുതിയ സ്ലൈഡർ ആഡ് ചെയ്യാനും ഇതിൽ കാണുന്ന എലമെൻറ്റുകൾ എഡിറ്റ് ചെയ്യുന്നുള്ള എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോവാണ്. സ്ലൈഡർ റെവല്യൂഷൻ പ്ലഗിൻ നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലഗിൻസിലേക്ക് പോകുന്നു, ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലൊരു അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്, കാരണം ഇത് വേർഡ്പ്രസിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ അല്ല, ഇതൊരു പ്രീമിയം പ്ലഗിനാണ്. സോ ഞാനത് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റെവല്യൂഷൻ സ്ലൈഡിൻ്റെ ഒരു സിപ്പ് ഫയലായിരിക്കും, അത് സിംപ്ലി ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ വരും, സിംപ്ലി ക്ലിക്ക് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ഇനി ഇത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ലൈഡർ റെവല്യൂഷൻ വന്നെടുക്കുന്നതാണ്, കണ്ടോ? ആ ഒരു മെനു ക്ലിക്ക് ചെയ്യാം. ഇനി ഞാൻ മാനുവലി ഇമ്പോർട്ട് ചെയ്യാൻ വേണം. നമുക്ക് മാനുവലി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ, ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു സ്ലൈഡർ. പക്ഷെ നമുക്ക് ഞാൻ തൽക്കാലം തന്നെ ഇമ്പോർട്ട് ചെയ്യാണ്. ഞാൻ ഡെസ്ക്ടോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോം 1 എന്ന് പറഞ്ഞൊരു സ്ലൈഡർ, ഈ ഒരു സ്ലൈഡർ ഇമ്പോർട്ട് ചെയ്യാണ്. ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഈ സ്ലൈഡർ എങ്ങനെ എംബഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ കോൺടാക്ട് ഫോം എംബഡ് ചെയ്ത് അതേപോലെ തന്നെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംബഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോർട്ട് കോഡുകൾ കാണാൻ പറ്റും. സിമ്പിളായിട്ട് ആ ഒരു ഷോർട്ട് കോഡ് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഇനി നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിതിന് മുന്നേ വിട്ട വീഡിയോയിൽ ചെയ്ത ഒരു കോൺടാക്ട് ഫോമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പേജ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. നമ്മൾ ആ ഒരു സെക്ഷനൊക്കെ റിമൂവ് ചെയ്തു. ഒരു പുതിയൊരു സെക്ഷൻ, ഫുൾ വിഡ്ത്ത് സെക്ഷൻ നമ്മൾ ക്ലിയർ ചെയ്യണം. ക്ലിക്ക് ചെയ്തു, ടെക്സ്റ്റ് എഡിറ്റർ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു. അവിടെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഇപ്പോൾ കോപ്പി ചെയ്ത ആ ഒരു കോഡ് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പേജ് എങ്ങനെ നോക്കാം. റിവ്യൂ ചേഞ്ചസ് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു സ്ലൈഡർ ഇവിടെ ഡിസ്പ്ലേ. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് നമുക്കൊരു സ്ലൈഡർ ഓൾറെഡി മിക്കവാറും ടെംപ്ലേറ്റ്സിൻ്റെ കൂടെ ആ ഒരു സ്ലൈഡർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കും, പ്രീമിയം ടെംപ്ലേറ്റ്സിൻ്റെ കൂടെ. അത് സിമ്പിളായിട്ട് ഇമ്പോർട്ട് ചെയ്യാം, എന്നിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇനി ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് സ്ലൈഡർ റെവല്യൂഷനിലേക്ക് പോയിട്ട് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് ഹോം 11 എന്ന് പറഞ്ഞ സ്ലൈഡറാണ്. നമുക്കിതുപോലെ മൾട്ടിപ്പിൾ സ്ലൈഡേഴ്സ് ഒരിട്ട് ഈ റെവല്യൂഷൻ സ്ലൈഡറിൻ്റെ ഉള്ളിൽ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് എഡിറ്റ് ചെയ്യാം. ഇതും നമ്മൾ എലമെൻ്ററി എഡിറ്റ് ചെയ്ത പോലെ, WP ഫോം എഡിറ്റ് ചെയ്ത പോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വിഷ്വൽ ബിൽഡറാണ്. സോ ഒരു കോഡിങ് നോളജിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസ് കണ്ടുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാം, ഇപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ്. അപ്പോൾ ഈ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഇമേജിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മീഡിയ ലൈബ്രറിയിൽ ചെല്ലുന്നു. അപ്പോൾ ഈ ഒരു ഇമേജിന് പകരം ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്യാൻ പോകട്ടോ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പകരം അത് റീപ്ലേസ് ആയി വന്നു ഉണ്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഇമേജ് വേണമെങ്കിലും അതിൽ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ടെക്സ്റ്റാണ്. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് എനേബിളായിട്ട് വന്നു. നമുക്ക് എഡിറ്റ് ചെയ്യാം. കണ്ടോ, അത് നമുക്ക് എഡിറ്റ് കഴിഞ്ഞാൽ അത് അതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റൈലൊക്കെ എക്സ്ട്രാ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ രീതിയിലത് അലൈൻമെൻ്റ് എല്ലാം മാറിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ സ്റ്റൈലിംഗ് ഒക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റൈലിംഗ് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണ്ടിൻ്റെ സൈസ്, പിന്നെ അതിൻ്റെ കളേഴ്സ്, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾസ് ഉണ്ട്. അതൊക്കെ നോക്കി എഡിറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ ആനിമേഷൻസ് പറയാം. നമുക്കതിൻ്റെ ആനിമേഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ലോഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ സ്വിച്ച് ചെയ്യുമ്പോൾ തിരിച്ച് എങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ആനിമേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ആനിമേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആനിമേഷൻ്റെ ട്രാൻസാക്ഷൻ ചേഞ്ച് ചെയ്യാം. എക്സാമ്പിൾ ഒരു മാസ്ക് ട്രാൻസാക്ഷൻ, ഒരു ലെറ്റർ ഫ്ലിപ്പ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു ട്രാൻസാക്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇത് മുകളിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ വന്നു എന്നുള്ളത് കാണാൻ പറ്റും. കണ്ടോ,
ഇതുപോലെ ഒരുപാട് ആനിമേഷൻസ് അവൈലബിൾ ആണ്. അത് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്കിവിടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു സ്ലൈഡർ ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ആനിമേഷൻ വേണ്ടത്, അത് ഔട്ട് പോകുന്ന സമയത്ത് എന്ത് ആനിമേഷൻ വേണ്ടത്, ജസ്റ്റ് ഇവിടെ മാറ്റിയിട്ട് കൊടുക്കുക, സേവ് ചെയ്യുക. എന്ത് എഡിറ്റ്സ് ആണെങ്കിലും ഇവിടെ നിന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് എഡിറ്റ് ആവും. പിന്നെ നമുക്കിവിടെ പുതിയൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഇമേജ് ആഡ് ചെയ്യാം, ബട്ടൺ. ഇപ്പോൾ നമുക്കൊരു ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് ലിങ്ക് ചെയ്തൊരു ബട്ടൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് ബട്ടൺസിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടൺ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യണം. കണ്ടോ, ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിലുള്ള സ്റ്റൈലുകളും കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്തു, എഡിറ്റ് ചെയ്യുന്നു, കണ്ടൻറ്റ് ക്ലിക്ക് ഹിയർന്ന് വരാം. ഈ ബട്ടൺ ഇങ്ങനെ ലിങ്ക് കൊടുക്കാൻ നമുക്ക് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു സിമ്പിൾ ലിങ്ക് കൊടുത്താൽ മതി. ഒരു വേറൊരു പേജിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഇതിൻ്റെ ഒരു ഹോം പേജിലേക്കാണ് ലിങ്ക് പോകുന്നത് നമ്മൾ. കാരണം ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന വേറൊരു സാമ്പിൾ പേജിലാണ്. അതിൽ നമുക്ക് ഹോം പേജിലേക്ക് ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് സിമ്പിൾ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്നു, ലിങ്ക് ഓപ്ഷനുള്ളിൽ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇൻട്രാക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, മൗസ് അവിടെ കൊണ്ടുവച്ചാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടാർഗറ്റ് സെയിം വിൻഡോയിൽ ഓപ്പൺ ആവുന്നു, അതൊരു ന്യൂ ടാബിൽ ഓപ്പൺ ആവുന്നു, അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് ലിങ്ക് സേവ് ചെയ്യാണ്. ഇനി അതുപോലെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ സ്ലൈഡറിൽ തന്നെ അടുത്തൊരു ഇമേജ് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇപ്പോൾ കാണുന്നത് ഇതൊക്കെ ടെക്സ്റ്റാണ്, ഇതൊരു ബട്ടണാണ്. ഈ കാണുന്നൊരു ഷേപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും, നമുക്ക് കസ്റ്റം ഷേപ്പൊക്കെ ഡ്രോ ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കൊരു ഇമേജ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, കസ്റ്റമായിട്ടൊരു ഇമേജ് സ്ലൈഡറിലേക്ക് കൊണ്ടുവരാം. അതിന് നമ്മൾ വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്ത് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ആ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇമേജ് അപ്ഡേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ഈ ഒരു ഇമേജ് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്നു, കണ്ടോ, ആ ഒരു ഇമേജ് നമുക്ക് ഇനി റീസൈസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ലെയേഴ്സ് അടിയിൽ കാണാൻ പറ്റും. ഇത് സ്ലൈഡർ ലോഡ് ചെയ്യുന്ന സെക്കൻഡ്സ് ആണ്. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഈ ഒരു ലെയർ എപ്പോഴാണ് ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടിങ്ങിൽ ലോഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്, നമുക്കത് ഡിലേ ആക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴായിരിക്കും നമ്മളിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴായിരിക്കും അത് ലോഡ് ചെയ്യുക സ്ലൈഡർ. സോ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ്സിനനുസരിച്ച് ഓരോ സ്ലൈഡറിൻ്റെ എപ്പോൾ ലോഡ് ചെയ്യണം, എപ്പോൾ അത് ക്ലോസ് ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു ടൈം ലൈൻ പോലെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇവിടെ തന്നെ നമുക്കത് പ്രിവ്യൂ ചെയ്ത് നോക്കാൻ പറ്റും. ഇത്രയും ചെയ്തിട്ട് നമുക്കിനി ഒന്ന് സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സേവ് ചെയ്തു, ആ സ്ലൈഡറിൻ്റെ പേജിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ നോക്കിയ പോലെ തന്നെ ഇത് ആദ്യം ലോഡ് ചെയ്തു, ഇത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ലോഡ് ചെയ്തു, ബട്ടനോട് വന്നിട്ടുണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിലേക്ക് പോയി. ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള സ്ലൈഡറിൻ്റെ ഓപ്ഷൻസ്. ഇതേ സ്ലൈഡർ മൊബൈലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിലാണ് ഇരിക്കുന്നത്. മൊബൈൽ ഡിവൈസിൽ ഈ സ്ലൈഡർ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതിന് ശേഷം നമ്മൾ എലമെൻ്ററിൽ ചെയ്ത പോലെ തന്നെ മൊബൈൽ വ്യൂ ഓപ്പൺ ചെയ്തു. നമുക്കിപ്പോൾ കാണാം ഈ മൊബൈൽ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 റൂളർ വന്നിട്ടുണ്ട്. അതിനുള്ളിൽ കാണുന്ന ഏരിയയാണ് മൊബൈലിൽ വരിക എന്നാണ് നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ മൊബൈലിൽ കാണുമ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഓക്കെ ഒരു ഇമേജ് ഒന്ന് വലുതായി കാണണം, അല്ലെങ്കിൽ ഇന്നത് ഇവിടെയാണ് വയ്ക്കേണ്ടത്, പൊസിഷൻ ചെയ്യേണ്ടത്. നമ്മളത് ഇത്രയും പൊസിഷൻ ചെയ്തു. ഇനി ഒന്ന് സേവ് ചെയ്ത് നോക്കാം. ഇനി ഒരു മൊബൈൽ ഡിവൈസിൽ നിന്ന് റീലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിൽ അത് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കൂടാതെ മൊബൈൽ ഡിവൈസിൽ ഇതിൽ എത്ര ഇതിപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉണ്ട്, നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം ഇതൊരൊറ്റ സ്ലൈഡറിൽ 2 സ്ലൈഡ്സ് ആണുള്ളത്. ഇത് ആദ്യത്തെ സ്ലൈഡ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡറാണ്. രണ്ടാമതൊരു സ്ലൈഡ് കൂടി ഉണ്ട്, സെയിം ഇമേജ് തന്നെയാണ്, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. നമുക്കതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് സ്ലൈഡർ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ ഈ പ്ലസ് ബട്ടൺ ലെഫ്റ്റിലായിട്ട് നമുക്ക് പുതിയ സ്ലൈഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 2 സ്ലൈഡാണ് ഉള്ളത്, അതുപോലെ പുതിയൊരു ലെയർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി ന്യൂ സ്ലൈഡ് സെക്കൻഡ് സ്ലൈഡ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സ്ലൈഡ്. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ ചേഞ്ച് ചെയ്യണം, നമുക്ക് മനസ്സിലാവാനായിട്ട് ഇതിലേക്ക് ചേഞ്ച് ചെയ്തു. അത് ചേഞ്ച് ചെയ്തു. സ്ലൈഡർ റെവല്യൂഷൻ പ്ലഗിൻ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ഹെഡിങ്സ് ഇതുപോലെ എഡിറ്റ് ചെയ്യാം. ഹെഡിങ്സ് പുതിയ ഹെഡിങ്സ് ടൈപ്പ് ചെയ്യാം, ഇഷ്ടമുള്ള സ്റ്റൈൽ കൊടുക്കാം, അലൈൻമെൻറ്റ്സ് കൊടുക്കാം, ബട്ടൺസ് കൊടുക്കാം, അതിൻ്റെ പൊസിഷനിങ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് പൊസിഷൻ ചെയ്യാം. ഇനി നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊരു HTML5 വീഡിയോ സെറ്റ് ചെയ്യാം.
നമുക്കൊരു ഒബ്ജക്റ്റ് ലൈബ്രറി, ഇതുപോലെ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഫോണിലെ ഗാലറി പോലെ. നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്തു, നമ്മളതിനൊരു പാരലാക്സ് എഫക്റ്റ് കൊടുക്കുകയാണ് ഓൺ സ്ക്രോളിൽ. സേവ് ചെയ്തിട്ട് ഞാൻ പ്രിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇത്ര ഭംഗിയായിട്ട് നമുക്കൊരു ഈസി ആയിട്ട് പാരലാക്സ് എഫക്റ്റോട് കൂടി തന്നെ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ വേർഡ്പ്രസിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലഗിനായ സ്ലൈഡർ റെവല്യൂഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി. സോ ഒരു വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ, ഓഫർ അപ്ഡേറ്റുകൾ, ഇതിൻ്റെ യൂസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ലൈഡർ റെവല്യൂഷൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നുള്ള നോളജ് വളരെ ഉപകരിക്കുന്നതാണ്. കൂടാതെ പുതിയ എന്ത് വേർഡ്പ്രസ് ഡിസൈൻസ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ലൈഡർ റെവല്യൂഷൻ പ്ലഗിന് ഉപയോഗിക്കാൻ സാധിക്കും. എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റും ഇതേ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.